ഗൈസ്, ഇന്ന് എനിക്ക് പനിയാണ് ഗൈസ്. പക്ഷേ ഞാൻ രാവിലെ എണീറ്റിട്ടുണ്ട്. ഇന്ന് രാവിലെ പുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് പുട്ടെടുത്ത് കഴിക്കാം. കാരണം നല്ല ചൂടുണ്ട്. അപ്പോൾ ഗുളിക കഴിക്കണം. അപ്പോൾ ഞാൻ ഇന്ന് കഴിച്ചത് പുട്ടുപഴമാണ്. ഇത് ഏത് ദിവസമാണെന്ന് വെച്ചാൽ പനി വന്നിട്ട് മാസം 1 ആയി. നമ്മൾ ഇന്നലെ കൊല്ലത്ത് തുണിയെടുക്കാൻ പോയ വീഡിയോ ഇട്ടിരുന്നത് അതിൻ്റെ തൊട്ട് പിറ്റേ ദിവസമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഗുളിക കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങി റെസ്റ്റ് എടുക്കാം. അപ്പോൾ ഇന്ന് വേറെ പണിയൊന്നും ചെയ്യാൻ നിൽക്കുന്നില്ല എന്ന് പറയാൻ പറ്റൂല. കാരണം കോഴിക്ക് തീറ്റ കൊടുക്കണം. പിന്നെ ഞാൻ കോഴിക്ക് തീറ്റയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് ഇക്കാക്ക് ജോലിയൊന്നുമില്ല, അപ്പോൾ ബാക്കി ജോലിയൊക്കെ ചെയ്യാൻ ഇക്ക ഹെൽപ്പ് ചെയ്യും. ഇന്ന് റബ്ബർ വെട്ടിയ ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇക്ക പാലെടുത്ത് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഷീറ്റൊക്കെ കുറേ ആക്കി വെച്ചു. ഇന്നലത്തെ ഷീറ്റൊക്കെ ഇവിടെ വിരിച്ചിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നു അടുക്കളയൊക്കെ ചെറുതായിട്ടൊന്ന് ക്ലീനപ്പ് ആക്കി. അപ്പോൾ രാവിലെ ചായ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ചായ ഇടാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് 3 പേർക്കുള്ള ചായയാണ് ഇപ്പോൾ ഇടുന്നത്. കുറച്ച് ചായ കുടിക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ചായയൊക്കെ ഇട്ടു, കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പോയൊന്ന് കിടന്ന് ഉറങ്ങി. പിന്നെ ഉച്ചയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റു. ഇന്നലെ എടുത്തുകൊണ്ട് വന്ന തുണികളൊക്കെ അതുപോലെ ചാക്കിലിരിക്കുവാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതെല്ലാം പറക്കി ഒന്ന് നോക്കി. പിന്നെ ഇതൊക്കെ ഞാൻ വാങ്ങിച്ച ഷാളായിരുന്നു കേട്ടോ. ഇതെല്ലാം സെയിലായി. കളറൊന്നും പോകുന്നില്ല, എല്ലാം നല്ല ഷാളായിരുന്നു. അങ്ങനെ ഞാൻ അതെല്ലാം ഒന്ന് എടുത്ത് നോക്കി. 10 ഷാളാണ് ആദ്യം എടുത്തിരുന്നത്. ഈ ഷാളുകളെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വീതിയും നല്ല നീളവും ഒക്കെ ഉള്ള ഷാളായിരുന്നു. പിന്നെ ഉച്ചയൊക്കെ ആയപ്പോൾ ഇക്ക വീട്ടിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇക്ക തൊടുപുഴയിലോട്ട് പോയിരുന്നു. അപ്പോൾ ഇക്ക മൂസമ്പി വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ഇക്ക തൊടുപുഴയിൽ നിന്ന് ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുക്ക് പാത്രത്തിലാണ് ചോറ് കൊണ്ടുവന്നത്. അപ്പോൾ നെത്തോലി കറി, ചോറ്, പിന്നെ അവിയലും ഉണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഉച്ചയ്ക്ക് കഴിച്ചു. അങ്ങനെ കുറച്ച് ചോറ് അച്ചാറൊക്കെ കൂട്ടി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു ഗുളികയും കൂടെ എടുത്ത് കഴിച്ചു. കാരണം രാവിലെയല്ലേ ഗുളിക കഴിച്ചിട്ടുള്ളായിരുന്നു. മിസ്സിരിയേക്കുള്ള ചോറ് ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അവളെ വിളിച്ചപ്പോൾ എന്തൊക്കെ വരപ്പും എഴുതലും ഒക്കെ ആയിട്ടുള്ള പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോയി കിടന്ന് ഉറങ്ങി. അപ്പോൾ വൈകിട്ടായപ്പോൾ ഇക്കതാ കട്ടൻ ചായയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പുറത്തെവിടെ ഒരു കാക്ക മലന്ന് പറക്കുന്ന സൗണ്ട് എനിക്ക് കേൾക്കുന്നതായിട്ട് ഒരു സംശയം ഇല്ലാതില്ല. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകാമെന്ന് തന്നെ വിചാരിച്ചു. കാരണം വൈകിട്ടൊക്കെ ആയപ്പോൾ നല്ല പനിയായി. അപ്പോൾ ഞങ്ങൾ നിലമേ തന്നെയുള്ള ഒരു ഹോസ്പിറ്റലിലാണ് വന്നത്. അപ്പോൾ ഇവിടെ വന്നു ഇഞ്ചക്ഷനൊക്കെ എടുത്തു. പിന്നെ ഇവിടെ നിന്ന് ഗുളികയൊക്കെ കിട്ടി. അങ്ങനെ അതൊക്കെ കൊണ്ട് നേരെ വീട്ടിലേക്ക് പോയി. വൈകുന്നേരം കോഴിയെ തുറക്കാനായിട്ട് കുഞ്ഞുമാട് അങ്ങോട്ട് പോയി. അപ്പോൾ എൻ്റെ ഫോൺ അവിടെ വെച്ചിട്ട് കോഴിക്ക് തീറ്റിടാൻ പോയ ടൈമിന് നമ്മുടെ ഹാഫ് കുട്ടാൻ താനെ എടുത്ത് വീഡിയോ പിടുത്തമൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ക്യാമറയൊക്കെ ഓണാക്കി വെച്ച് ഹായൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ വൈകുന്നേരം കുറച്ച് നേരം അവിടെ നിന്നു. മിസ്സിരിയെ പള്ളി വിട്ട് വന്ന ടൈമിന് കുറച്ച് നേരം അവിടെ ഇരുന്നു. സൂര്യനൊക്കെ അസ്തമിക്കാറായിട്ടുണ്ട്. സിയായും മിസ്സിരിയായും കൂടെയൊക്കെ അവിടെ ഇരുന്ന് സൈക്കിളിലൊക്കെ ഓട്ടിച്ച് കളിക്കുവാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവർ 3 പേരും കൂടെ ഇറങ്ങി ചെരുപ്പ് കടയെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന ചെരുപ്പുകളെല്ലാം നിരത്തിയിട്ടിട്ട് അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കളിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു നേരെ എത്തുന്നതിന് മുമ്പേ. അപ്പോൾ രാത്രി എന്താ ഫുഡ് കഴിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ വീഡിയോ എടുത്തും വെച്ചിട്ടില്ല. അപ്പോൾ രാത്രി എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് ഗുളികയൊക്കെ കഴിച്ചു. എങ്കിൽ ഇന്നത്തെ ദിവസം വലിയ കുഴപ്പമില്ലാതെന്ന് പറയാം. ഇത് കഴിഞ്ഞിട്ടുള്ള 2 ദിവസമാണ് നല്ല പനി കുറഞ്ഞെങ്കിലും നല്ല നമ്മൾ എണീച്ച് നിൽക്കുമ്പോൾ തലകറങ്ങില്ലേ, ആ ഒരു അനുഭവമായിരുന്നു. അപ്പോൾ 2 ദിവസവും 3 നേരവും എനിക്ക് കുഞ്ഞുമായാണ് ഫുഡൊക്കെ കൊണ്ടു തന്നത്. എന്തായാലും പനിയൊക്കെ ഇപ്പോൾ മാറി, ഇപ്പോൾ ഉഷാറായിട്ടുണ്ട്. അപ്പോൾ പനി വന്നാൽ എല്ലാവരും വീട്ടിൽ ഇങ്ങനെ ആയിരിക്കുമോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.